നമ്മളിൽ പല വീട്ടമ്മമാരും ഇതൊക്കെ അറിയാതെ പോയല്ലോ. രണ്ടോ മൂന്നോ തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി നോക്കൂ. വായിലിട്ടാൽ അലിഞ്ഞു പോവും രുചിയിൽ. നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടല്ല അതിൻ്റെ ഒരു സോഫ്റ്റ്, നല്ല രുചിയാണ് കേട്ടോ. നമ്മളിങ്ങനെ വായിലിടുമ്പോഴേക്കും തന്നെ അങ്ങ് അലിഞ്ഞിറങ്ങും. കണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് തക്കാളി തന്നെയാണ്. ഞാനിവിടെ നല്ല പഴുത്ത 3 തക്കാളി നോക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുണ്ടല്ലോ ഈ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ മിക്സിക്ക് വലിയൊരു പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടിക്കോളും. അതിൻ്റെ ആ ഒരു ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. തക്കാളി എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, നല്ല നിറമുള്ള നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരവും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. 3 തക്കാളിയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എന്തായാലും കറിക്കൊക്കെ വീട്ടിൽ തക്കാളി കൊണ്ടുവരും. 2ഓ 3ഓ തക്കാളി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അതാ തക്കാളി എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നേരെ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കേണ്ടത്. തക്കാളിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം മാത്രം മതി കേട്ടോ. നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കുക. ഇനി നമുക്ക് കണ്ണി അകലുള്ള അരിപ്പുണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ, അത് വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിൽ തക്കാളിയുടെ പുറമേ ഉള്ള ആ ഒരു സ്കിന്നുണ്ടല്ലോ, ആ ഒരു തൊലി നല്ല കട്ടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു സ്റ്റെയിനറിലൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സി നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എവിടെയും ഫ്ലോപ്പ് ആവില്ല. നമുക്ക് എല്ലാവർക്കും, സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു ഐറ്റം. നല്ല ടേസ്റ്റാണ്. അതിലുപരി ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കൂടി ഉണ്ട് തക്കാളിക്ക് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ ആ ഒരു ഗുണങ്ങളും നമുക്ക് കിട്ടും ഈ ഒരു സ്വീറ്റ് കഴിക്കുന്നതിലൂടെ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ആ ഒരു തൊലിയൊക്കെ ഇതിലങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഉണ്ടല്ലോ നമ്മളൊരു കുഞ്ഞ് ബൗളെടുക്കാം. അതിലോട്ട് നമുക്ക് ഏകദേശം ഞാനൊരു 3 അത്യാവശ്യം വലിയ തക്കാളിയാണ് എടുത്തത്. ഒരു 6 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് നമ്മളൊരു 250 മില്ലിയുടെ ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ അതിലൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. പച്ചവെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും യൂസ് ആക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അത് കലക്കിയെടുക്കുന്നത്. നല്ല രീതിയിൽ കട്ടയൊന്നും കിട്ടാത്ത രൂപത്തിൽ ഇതുപോലെ ഒന്ന് കലക്കി ഒന്ന് മാറ്റി വെക്കാം. അതിങ്ങനെ ഇളക്കുമ്പോൾ ഒരു ഹാർഡായിരിക്കും, പിന്നെ അങ്ങ് നന്നായിട്ട് തന്നെ കലങ്ങി വന്നോളും. ഇനി നമ്മൾ ചുവട് കട്ടിയുള്ള നല്ലൊരു നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അലുമിനിയം പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ ഇളക്കാൻ കഴിയില്ല, അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. പാൻ നന്നായിട്ട് പാനല്ല കടായി ഉണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഈ ഒരു തക്കാളിയുടെ ഈ ഒരു ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് ഏകദേശം ഒരു 1/4 കപ്പ് ശർക്കര നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതുപോലെ പൊടിച്ച ശർക്കര ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. നല്ല ശർക്കരയാണ് കേട്ടോ, കല്ലൊന്നുമില്ല, നല്ല ഫ്രഷ് ശർക്കരയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഉരുക്കി അരിപ്പിലിട്ട് അരിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല, നേരിട്ട് ചേർക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 അഞ്ച് ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അരിപ്പ് വെച്ചിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരയൊക്കെ ചേർത്തിട്ട് ശർക്കരയും ഈ ഒരു തക്കാളിയുടെ ജ്യൂസൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൗഡർ ഉണ്ടല്ലോ, സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ അടിയിലൊക്കെ ചിലപ്പോൾ കട്ട കുത്തി ഇങ്ങനെ ആയിട്ട് ഊറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. തീ വളരെ കുറച്ച് വെച്ചിട്ട് ഒഴിക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഈ ഒരു ചൂടിലോട്ട് ഒഴിക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ട കുത്തിയ പോലെ ഉണ്ടാവും. ആരും ടെൻഷൻ ആവേണ്ട,
സ്പാച്ചുലയോ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒടിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഡ്രൈ ആയിട്ട് വരും. അപ്പം ഇങ്ങനെ മേലോട്ട് നോക്കിക്കാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കട്ടോ. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. കണ്ടല്ലോ, നമ്മൾ ആ ഒരു തക്കാളിയുടെ ആ ഒരു ചുവന്ന കളറ് വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ ഒരുപാട് എണ്ണ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടാണ് ഈ ഒരു സ്വീറ്റ് റെഡിയാക്കിയെടുത്തത്. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയും ഉപയോഗിക്കാം കേട്ടോ. സൺഫ്ലവർ പാം ഓയിലൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കല്ലേ, അപ്പോൾ നെയ്യാവുമ്പോൾ അതാണ് ഒന്നുകൂടിയും ടേസ്റ്റും നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. അത് തന്നെയാണ്. പൊതുവെ നമുക്കെല്ലാവർക്കും ഒരു തെറ്റായ ധാരണ ഉണ്ട്, നെയ്യൊക്കെ കൂട്ടിയാൽ വെയിറ്റ് കൂടും, തടി കൂടുന്നൊക്കെ എഴുതിയിട്ട് എല്ലാവരും അങ്ങോട്ട് ഒഴിച്ച് മാറ്റും അല്ലേ. അങ്ങനെയല്ല, നെയ്യിൽ നല്ല നല്ല കൊളസ്ട്രോളാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് വേണ്ടതല്ലേ. നല്ലത് അങ്ങോട്ട് ചെല്ലുമ്പോഴേ ചീത്ത അങ്ങ് പുറന്തള്ളുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ നെയ്യ് ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അതാ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. കണ്ടല്ലോ, ഈ ഒരു സമയം തന്നെ ഇതൊരു ഹൽവയുടെ ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ടല്ലേ. കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ നമുക്ക് ഇങ്ങനെയല്ല, പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് കിട്ടുന്ന രൂപത്തിലാണ് കേട്ടോ വേണ്ടത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഏലക്ക പഞ്ചസാര പൊടിച്ചത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ്. ചില ശർക്കരയിൽ കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നാലും ഒരു നുള്ള് ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമ്മളുണ്ടല്ലോ ഇതിലേക്ക് ആദ്യത്തെ 1 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം, 1 ടീസ്പൂണേ ഉള്ളൂ. നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുന്നൊരു ടൈം വരും. ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്ന് കരുതിയിട്ട് ഒരുപാട് സമയമൊന്നും ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോഴേ ഇത് അറിയാൻ പറ്റുള്ളൂ ഇത് എത്ര സിമ്പിളായിരുന്നു എന്ന്. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കണ്ടല്ലോ, ഏകദേശം ഒരു ടെക്സ്ചറായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുക. ഈ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ പാനിൽ നിന്ന് നല്ല രീതിയിൽ ഇത് വിട്ട് ഇങ്ങനെ പോന്നിട്ട് അതുവരെ നമുക്ക് കുറഞ്ഞ തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ്, എന്നാൽ നല്ല ഹെൽത്തിയാണ്, ഒപ്പം തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പലർക്കും ചിലരൊക്കെ തക്കാളി പച്ചയോടെയൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പച്ച മീൻസ് നല്ല പഴുത്ത തക്കാളിയൊക്കെ കഴിക്കുന്നത് ചിലർക്ക് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ തക്കാളി തീരെ കഴിക്കാത്തവർക്ക് പോലും ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഇഷ്ടമാവും. നല്ല രുചിയാണ്. ഒരുപാട് നെയ്യില്ല, ഒരുപാട് മെനക്കെട്ട പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ നെയ്യില്ല എന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കല്ലേ. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ എടുത്തിട്ടും ഇത് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയം ഉണ്ടല്ലോ, നമ്മൾ പാനിൻ്റെ 2 ചെവിയും പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്നൊരു ടൈം, അതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടൈം. പെട്ടെന്നാവും കേട്ടോ, ഒന്ന് ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാം. നമ്മളൊക്കെ ചോറൊക്കെ കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ, സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, ഗ്ലാസിൻ്റെ ബൗളുണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു കേക്കിൻ്റെ ടിൻ്റെ ഉൾവശത്തായിട്ട് അല്പം നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നമ്മുടെ ഈ ഒരു തക്കാളിയുടെ കൂട്ട് നേരിട്ട് ചേർത്തിട്ട് നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാ സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഉണ്ടല്ലോ, ഇതിൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന നേരത്ത് നല്ല രുചിയായിരിക്കും. അതായത് ബദാമോ പിസ്തയോ ഒക്കേഷൻ കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങ കൊത്തി അരിഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് റെഡിയാക്കിയെടുത്തത്. അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടം, നമ്മുടെ ഉള്ള സമയത്തിനും അതുപോലെ തന്നെ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചിട്ട് ചെയ്തെടുക്കുക. തക്കാളി ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ വീടുകളിൽ തക്കാളി റെഡി ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കോൺഫ്ലവറിൻ്റെ പൗഡറിന് അത്ര വലിയ വിലയൊന്നുമില്ല. ഒരു പാക്കറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം അല്ലേ. ഫ്രിഡ്ജിൽ നല്ല രീതിയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലത്തിനുണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സ്വീറ്റ്, നമ്മുടെ തക്കാളി കൊണ്ടുള്ള ഹൽവ എന്ന് പറയാം, റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു 4 സൈഡും നമുക്കിതുപോലെ സ്പാച്ചുലയോ കത്തിയൊക്കെ വെച്ചിട്ടൊന്ന് വെടിയിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അത്ര സോഫ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ
പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഇത് സോഫ്റ്റാണെന്നുള്ള കാര്യം. നല്ല സോഫ്റ്റാണ്, കഴിക്കാനായിട്ട് നല്ല രുചിയുണ്ട്. തക്കാളിയുടെ ആ ഒരു ചൊവയും ടേസ്റ്റും ഒന്നുമല്ല. ഇതൊന്നും നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങി കഴിക്കാൻ പറ്റില്ല. നമ്മുടെ വീടുകളിൽ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു അടിപൊളി ഐറ്റം. അതുപോലെ തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. ഇത് തക്കാളി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ പറയാതെ അവരറിയില്ല കേട്ടോ. ഇതെന്താ സംഭവം ചോദിച്ചും ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കുകയും ചെയ്യും. നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റാണ്, നല്ല സ്മൂത്തായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കത്തിയിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. കാണുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരൊറ്റ പീസ് ഇതിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് കാണിച്ചു തരാവേ. ഇപ്പോൾ അതാ ഒരൊറ്റ പീസ് നമ്മളൊന്ന് എടുത്തിട്ട് പതുക്കെ എടുക്കുകയാണ്. കണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എത്രത്തോളം പെർഫെക്ഷനോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു തക്കാളി വെച്ചിട്ടുള്ള ഹലുവ കിട്ടിയിട്ടുള്ളതെന്നല്ലേ. കാണാനും ഭംഗിയാണ്, കഴിക്കാനും രുചിയാണ്. ഇതുപോലെയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊക്കെ കഴിക്കും. ഇത് തക്കാളി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. എന്ന് കരുതിയിട്ട് നമ്മൾ സാധാരണ ഹലുവ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് നെയ്യിൽ അങ്ങോട്ട് കുളിപ്പിച്ച് കിടത്തുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഞാൻ വളരെ കുറച്ച് നെയ്യ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവുമോ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്യാണ്. കണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഉൾവശത്ത് ടെക്സ്ചറൊക്കെ നോക്കൂ. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ആ ഒരു റെഡ് ഹലുവയുടെ അതുപോലെ ഉണ്ടല്ലേ. ചില ഹലുവയിൽ തേങ്ങയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നി കുറച്ച് തേങ്ങയൊക്കെ ഇങ്ങനെ കൊത്തിയെരിഞ്ഞ് ചേർക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ കൊത്തിയെരിഞ്ഞിട്ട് ഇതിങ്ങനെ റെഡിയായി വരുമല്ലോ. പാനിൽ നിന്ന് വിട്ട് വരുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് അടിപൊളി രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കോ തരണേ. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കട്ടെ, ഹെൽത്തിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്. ഇൻഷാ അല്ലാഹ് നാളെ വരെ എല്ലാവരോടും അസ്സലാമു